പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു ആന്തരിക സൗഖ്യ പ്രാർത്ഥനയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നമുക്ക് പരസ്പരം സ്നേഹിക്കാനും അംഗീകരിക്കാനും പറ്റാതെ വരുന്ന ചില അവസ്ഥകളാണ്. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് തിരുവചനം നമുക്കൊരു അഭിഷേകമായിട്ട് മാറുന്നത്, സൗഖ്യമായിട്ട് മാറുന്നത്? നമുക്ക് ഒരുമിച്ച് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാം തിരുവചനം. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. കുടുംബജീവിതത്തിലാണെങ്കിലും സന്യാസ സമൂഹ ജീവിതത്തിലെ അംഗങ്ങളാണെങ്കിലും ഒരു ജീവനില്ലാത്തൊരവസ്ഥ, ആർക്കും ആരോടും ഒരു സ്നേഹമായിട്ട് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ, നിർജീവമായി പോകുന്ന എല്ലാ അവസ്ഥകളിലേക്കും ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം നമ്മുടെ ജീവിത മേഖലയിലെ കഴുകി വിശുദ്ധീകരിച്ച് അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാകുവാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളും, സങ്കടങ്ങളും, വേദനകളും, മുറിപ്പെടുത്തലുകളെല്ലാം ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് നിർവീര്യമാക്കി അഭിഷേകം നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഈ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം മാത്രമായ നമ്മുടെ ഈശോയുടെ കാര്യങ്ങളിലേക്ക് ഈ നിമിഷം അർപ്പിക്കുന്ന, നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഈശോയുടെ തിരുവിലാവിലേക്ക്, ആ പരിശുദ്ധ ബലിയിലേക്ക് ചേർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, മുറിവേറ്റിരിക്കുന്ന എൻ്റെ മനസ്സിനെ, തൽഫലമായി ഇപ്പോൾ ക്രമം തെറ്റി നിൽക്കുന്ന എൻ്റെ ജീവിതത്തെയും അങ്ങയുടെ ആ തിരുമുറിവിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു, സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ എന്നെ പൂർണ്ണമായും കഴുകണമേ, സുഖപ്പെടുത്തണമേ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള സ്നേഹം ലഭിക്കാത്ത നിമിഷങ്ങൾ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പറഞ്ഞ നിമിഷങ്ങൾ, എൻ്റെ അമ്മ വേദനിച്ച ആ വേദനയിലൂടെയൊക്കെ എന്നിലേക്ക് കടന്നു വന്ന എല്ലാ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതിലൂടെ കർത്താവേ, എൻ്റെ എല്ലാ നീറുന്ന അവസ്ഥകളെയും ഞാനിപ്പോൾ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ ഓരോ നിമിഷവും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് കർത്താവേ. എന്നിലെ സഫലമാകാതെ കിടക്കുന്ന കുറേ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഈശോയ്ക്ക് നിമിഷം സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിന് ഏറ്റവും അധികമായി ഏറ്റ മുറിവുകളെയും അതിൻ്റെ ഫലമൊക്കെ എൻ്റെ അമ്മ വേദനിച്ച അതിൻ്റെ ഫലമായി എന്നിൽ ഉളവായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളെയും വൈകല്യങ്ങളെയും അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കുവാൻ ഈശോ ഈ നിമിഷം എൻ്റെ ജീവിതത്തെ അങ്ങയുടെ തിരുവിലാവിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകി മായ്ക്കണമേ, എനിക്ക് സൗഖ്യം തരണമേ. എൻ്റെ കുടുംബജീവിതത്തെ, സമൂഹ ജീവിതത്തേക്ക് എന്ന് വിശുദ്ധീകരിച്ച് എൻ്റെ നിർജീവമായ അവസ്ഥകളിൽ ജീവൻ വെച്ച് അഭിഷേകമുള്ള അനുഗ്രഹിക്കപ്പെട്ട യഥാർത്ഥമായ നല്ലൊരു ജീവിതം നയിക്കുവാൻ എന്നെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.